പരകായ പ്രവേശം, ശവപൂജ, മൂലം നക്ഷത്രം കാണാകൊണായിരിക്കുന്നു. മാമാട്ടിക്കുട്ടിയമ്മ വല്ലപ്പോഴെങ്കിലും ആ പാവയ്ക്കൊന്ന് സ്വസ്ഥതോട്. ഞാൻ വെറുമൊരു ബ്രഹ്മചാരി. എനിക്ക് അമ്മയെ പോലെ അയൽക്കൂട്ടമോ ആ വിചാരം നുണകളോ ഒന്നും അറിഞ്ഞുകൂടാ. എന്നെ വെറുതെ വിട്ടുകൂടെ? റബ്ബർ വെട്ടാൻ പോയ നീ എന്തോ കണ്ട് പേടിച്ച് കയ്യിൽ 2 ചാടും കെട്ടിയാൻ പിറ്റന്നൊട്ട് നീ ദിഗംബരൻ. മുഖത്തെ ലക്ഷണം പറയുവാണെങ്കിൽ അമ്മയ്ക്ക് എവിടെയോ ഒരു ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. നിന്നെ പെറ്റ മുതലോട്ടേ എനിക്ക് ബലക്ഷയം തന്നെ. നിങ്ങൾ വെറുതെ കണകുണ സംസാരിക്കാതെ പോയാണ്. എനിക്ക് ആഭിചാര കർമ്മങ്ങൾക്ക് സമയമായി. ഒരു ചരട് ജപിച്ചു തരാൻ കഴിയാത്ത നീ എന്തൊരു ആഭിചാരി ഉണ്ടാക്കാൻ പോണം? നാഗമാണിക്യം കൈക്കലാക്കുന്നത് വരെയുള്ളൂ നിങ്ങളുടെയൊക്കെ കളിയാക്കലുകൾ. നാഗമാണിക്യം ഇരിക്കണമെങ്കിൽ പൊത്തിലാനും കൊണ്ട് കൈയിട്ടാലേ ഇടക്കാം. അണലി വെച്ച് കുത്തിത്തരും. അണലി എന്നെ ഒന്നും ചെയ്യില്ല. അതെന്ത്? നീ അണലിയായിട്ട് ഡേറ്റിങ്ങിന് പോയാ? നിന്റെ രാത്രിയുള്ള മണിയിലൊക്കെ അറവല പോലുള്ള എന്നുള്ള വിളിയും കേട്ട ആളുകൾക്ക് ഉറങ്ങാൻ പാങ്ങില്ല. നിങ്ങളെ പോലെ പൈസ ഉണ്ടെങ്കിലേ ആ ബാമയെ വിളിച്ചിട്ട് വരുമ്പോ ഒരു പാട്ട് എന്നെ എടുത്തോണ്ട് പറയുന്നേ. ആൾക്കാരൊക്കെ ഇപ്പൊ അതും പറഞ്ഞു തുടങ്ങി. നീയും ആ ചെമ്പന്റെ അനിയത്തിയും കൂടെ ചെറിയ രീതിയിൽ കുളാബൊക്കെ ചെയ്തു തുടങ്ങിയെന്ന്. ഓ, ആയുരേഖയിൽ അവിഹിതം പറഞ്ഞവന്മാർക്ക് ഞാൻ പാളയന്തുറ പഴത്തി പണി കൊടുക്കുന്നുണ്ട്. സ്വാമി EMI അടക്കുള്ള പൈസ ചോദിച്ചതോ അവന്മാര് പറഞ്ഞു. മുത്തൂറ്റ്, അത്തച്ചിട്ടി, ഇസാബ്, ബജാജ് അടവ് എത്രയോ EMI അടയ്ക്കാൻ ഉണ്ടല്ലോ. പാമയ്ക്ക് അരിഞ്ഞാനം മേടിക്കാനും ചെമ്പന്റെ മുടി ചുട്ടാനേ ലോൺ എടുക്കുമ്പോ നീ അറിയണമായിരുന്നു. വാനിഷ് മൂഡ് പ്രവേശനത്തിന് സമയമായി. അമ്മേ, പിന്നെ ഞാൻ EMI അടയ്ക്കാൻ പോണു. പോയാ ഇതെന്തൊരു വവ്വാലിനും പച്ചവെട്ടിലിനും കൂടെ ഉണ്ടായതാ. കൊല്ലം കോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റങ്കിളി.